videos, welcome back to our family. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പം വൈകുന്നേരത്തെ ഇന്നത്തെ കലാപരിപാടികൾ ഇന്ന് ചിലപ്പോഴേ ഷോപ്പിലോട്ട് പോകുള്ളൂ. ഭയങ്കര ചൂട്. ഞാൻ AC ഓഫ് ആക്കിയിട്ടോ. രണ്ടെണ്ണം വിയർത്ത് കുളിച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞ് പിള്ളേരാ. അത് അഴുക്കല്ല കേട്ടോ, മറ്റേ സ്റ്റിക്കർ ഒട്ടിച്ച പാടാണ്. പക്ഷേ ഇവിടെയൊക്കെ അഴുക്കാണ്. അഴുക്കല്ല. ഇപ്പം സമയം എന്താണെന്ന് അറിയോ? 4:45. ഞാൻ ചോറ് കഴിക്കാൻ എടുത്തതേ ഉള്ളൂ. കുട്ടിക്ക് സ്വന്തമായിട്ട് പിടിച്ച് കുടിക്കണം, അതിന് വേണ്ടിയിട്ടാണ് കരയുന്നത്. അമ്മ ഇന്ന് ചിലപ്പോൾ ഷോപ്പിലോട്ട് പോകും, ചിലപ്പോൾ പോകില്ല. എനിക്ക് തോന്നിയാൽ പോകും. AC ഓഫാക്കിയിട്ടോ ഇച്ചിരി നേരമൊക്കെ ഇടയ്ക്കാണ്. ചില ഫുൾ ടൈം കാശി വേണ്ട, മതി 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 പിന്നെ മതി. ഫുൾ ടൈം ഓണാണ്. കഴിഞ്ഞ ദിവസം കറണ്ട് ബില്ല് അടച്ചത് 1300 ദിർഹംസാണ്. മുന്നത്തെ ബില്ല് കുറച്ചൊരു 400 എങ്ങാണ്ട് കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മാസത്തത് കാശിയേ വെള്ളം എടുത്ത് കളയാം, കുടിക്കുന്ന വെള്ളമാണ് ഈ കളയുന്നത്. താങ്ക് യു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസത്തെ ബില്ല് വന്നത് 800 ദിർഹംസ്. മതി. കുറച്ചു നേരം വെളിയിൽ പോയി കളിച്ചോ. വീട്ടിലെ അമ്മയൊക്കെ വിളിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ എടുത്തോണ്ട് നിന്നാ. ഈ വീഡിയോ ഇന്ന് എടുത്താൽ ഞാൻ നാളെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ അയ്യോ, ഇടയ്ക്ക് പിള്ളേരെ രണ്ടാളെയും കൂടി ഞാൻ ഒന്ന് തനിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോഴത്തേനെ കണ്ട. ഇത് ഞാൻ കട്ടിലേ കിടക്കുന്നത് ഞാൻ കൊണ്ടുവന്നിട്ടാണ്, അലക്കിയിട്ടിരുന്നോ ഉണങ്ങിയത് കൊണ്ടുവന്നിട്ടതാണ്. പക്ഷെ ഈ കിടക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഇത് അമ്മമാര് വലിച്ച് താഴെ ഇട്ടതാണ്. 4:30 ഞാൻ വിളക്ക് എത്തിച്ച് വെച്ചതല്ല, ഞാൻ രാവിലെ എത്തിച്ച് ഇതുവരെ അണഞ്ഞില്ല. അത് എണ്ണ കഴിയുമ്പോൾ അത് തന്നെയാണ് കേട്ടോ, എണ്ണ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് വിളക്ക് എത്തിക്കാൻ സമയമായി. ഈശ്വരാ, ഇന്നത്തെ നമ്മളൊരു 6:30 വരെയുള്ള ഒരു ഈവനിങ് വ്ളോഗ് എടുക്കാം കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഫ്രീസർ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടല്ലേ? എല്ലാം ഇങ്ങനെ വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കവറിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ്. ചിക്കൻ ഉണ്ട്, മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്, കീമ ഉണ്ട്. അയ്യോ, തുറന്നു വെച്ചിട്ടാണല്ലേ പ്രസംഗം. ആക്ച്വലി ഞാനിപ്പോൾ എടുത്തത് പിള്ളേർക്ക് വൈകുന്നേരം സ്നാക്സ് ആയിട്ടേ. ഒന്നിൻ്റെ കവർ ഞാൻ എടുത്ത് കളഞ്ഞില്ല, അപ്പോൾ കവറിൻ്റെ അകത്ത് തന്നെ വെക്കാമല്ലോ. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇത് മറ്റേ ഫ്രഞ്ച് ഫ്രൈസാണ്, എയർ ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് അവർക്ക് അങ്ങനെ കൊടുക്കാം. എന്താ പൊന്നെ? വെരി ഗുഡ്. ആദ്യം ഇത് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് ബാക്കി ക്ലീനിങ്ങും പ്രൊസീജിയേഴ്സും ഒക്കെ കാണിച്ചു തരാം. എവിടെ പോവാ? ഞാൻ എന്തെടുത്താലും അതിൻ്റെ വാല് പിടിക്കാനായിട്ട് 2 ആൾ വരും കേട്ടോ. ഇവിടെ അച്ചാർ മൊത്തം കഴിഞ്ഞു. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന അച്ചാറെല്ലാം തീർന്നു. ഇന്ന് എന്തെങ്കിലും അച്ചാറിട്ടാലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ചാറുണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇവിടെ എൻ്റെ ബ്രദറിനും അച്ചാറുണ്ടെങ്കിൽ കഴിച്ചോളൂ. ഗോകുലിനും അച്ചാറിനോടൊന്നും ഒരു തീരെ താല്പര്യം. ഇന്ന് ഞാൻ നേരത്തെ കുളിച്ചു. പിള്ളേരെ കുളിപ്പിച്ചോണ്ട് പിള്ളേരോട് കയറി കുളിച്ചു. പിന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല. സമയം കിട്ടുന്നില്ലല്ലോ. ഇവര് ഇന്ന് കാശി എണീറ്റപ്പോഴത്തേന് ഉച്ചയ്ക്ക് 1 മണിയായി. കാര്യം ഇന്നലെ ഉറങ്ങിയത് 3 മണിക്കാണ്. ഷോപ്പിൽ പോകുമ്പോഴത്തേന് സമയം പോവും, തിരിച്ചു വരുമ്പോഴത്തേനും ഒരു സമയമാവും. അപ്പോൾ അവർ ഉറങ്ങുമ്പം അതനുസരിച്ച് ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ ഗോകുട് പറഞ്ഞാണ് വൈകുന്നേരം കളക്ഷൻ്റെ ആൾക്കാർ വന്ന് പോയതിനു ശേഷം ഞാൻ ഇനി തിരിച്ചു പോരുമെന്ന്. അപ്പോൾ ഞാനവിടെ ചെന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോകുൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമല്ലോ. അതുകൊണ്ടിട്ട് അച്ഛൻ പറയുന്നത് വന്നിരിക്കുന്നു പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഇല്ലെങ്കിൽ പറയാൻ വേണ്ടത്. പിള്ളേരായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ മൊത്തം അലമ്പാക്കിയിട്ടാണ് തിരിച്ച് പോരുന്നത്. ഇന്ന് ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോൾ 7 മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ 9 ആകുമ്പോൾ വരുന്നത്. അല്ലേ ഇന്ന് പോകുന്നില്ല. ചെല്ലണേന്ന് പറഞ്ഞാൽ ആഘോഷിച്ച് പോവായത്. അയ്യോ, ഈ ഡപ്പ ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലത് ഉണക്ക കൊഞ്ചാണ്.
മറന്നുപോയി, ഇപ്പോഴാണ് ഓർക്കുന്നത്. അതവിടെ നിന്ന് ഫ്രൈ ആവട്ടെ. ഇത് ഇച്ചുകൊണ്ട് ഫ്രീസറിൽ വെക്കാം. പിന്നെ എനിക്കിന്ന് വാക്യൂം ചെയ്യാനുണ്ട്, ഇവിടെയും ചെയ്യാനുണ്ട്, റൂമും ചെയ്യാനുണ്ട്. ആദ്യം തുണി മടക്കിയിട്ട് വാക്യൂം ചെയ്യാം. പിള്ളേർ രണ്ടുപേരും ഇന്ന് കളിക്കുന്നു. ഇതേ ഒരാൾ വേണ്ടേ. പിന്നെ വെളിയിലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വെളിയിൽ മൊത്തം അതും ഇതെല്ലാം വാരിയിട്ടേക്കുക. അതുണ്ടോ, ഇന്നലെ എവിടുന്നാണ്ട് എടുത്തുകൊണ്ട് വന്ന ഗോഗു ടെൻറ്റ് അവർ ഗോഡൗൺ വൃത്തിയാക്കി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാന്ന് പറഞ്ഞു. ശിവ ഭയങ്കര ചൂട്. ഓ ബാ. എല്ലാം വാരി താഴെ ഇട്ടല്ലേ, മാമന്റെ സാധനങ്ങളൊക്കെ വാരിയിട്ടേക്കല്ലേ. ഇതൊക്കെ വാരി ഇടുന്നത് ഇവനാണ് കേട്ടോ. ഇല്ല മമ്മി ഒന്നും പോവൂല. അവിടെ ഇരിക്കും. ഇവിടെ ക്ലീൻ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേന് അത് ഇവിടെ മടക്കി വെച്ചിട്ടേ അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേന് മറ്റേ പിള്ളേരെ സാധനം റെഡി ആയിട്ടിരിക്കും. കഴുകാൻ ഒരു ദിവസം കൂടെ ഉണ്ട്. കഴുകി കഴിഞ്ഞിട്ട് മടക്കാൻ അതിൻ്റെ അപ്പുറം ഉണ്ടാവും. ഞാനെല്ലാം കറക്റ്റ് വൃത്തിയാക്കി അടുക്കി വെക്കും. ഇപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് അടുക്കാൻ പോലും തോന്നാറില്ല. കാര്യം അടുക്കി വെക്കുന്നത് ഈ രണ്ടെണ്ണവും കൂടെ അടിച്ചു വരി മൊത്തം താഴെ. പിന്നെ എന്തിനാ എന്തോ ഞാൻ അടുക്കി വെക്കുന്നത്. എന്നാലും ഇങ്ങനെ അടുക്കി പറക്കി വെക്കാനുള്ള സമാധാനം. എവിടെ കയറി കിടക്കുന്ന കുഞ്ഞാവി ഉറക്കം വരുന്നുണ്ടോ? കാശി എന്റെ കൺവെട്ടത്തില്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുമ്പത്തിൽ കൂടെ ഒപ്പിച്ച് കളയും കേട്ടോ. അവിടെ അടുക്കള നിൽക്കുക, എന്തിനാണോ ഉണ്ടോ. ഇങ്ങനെയൊക്കെയുള്ള അക്രമങ്ങളൊക്കെയാ ദൈവമേ ഒന്ന് പറയേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്കൊരു ഫാനും AC ഇട്ടിട്ടേ ചൂട്. ഈ AC കംപ്ലൈന്റ് അതിന്റെ കമ്പസ് കൂളിന്റെ എന്താ പ്രശ്നം. മമ്മി പാലെടുത്തിട്ട് അതാ വിൽക്കും. ഇതാ വരുന്നു ഇരുന്നേ ഒന്ന്. ഇതാ വരുന്നു പോന്നാ. ഇല്ല മമ്മി പോകില്ല. എവിടെ അപ്പി ഇട്ട് അവന് കുളിക്കണോന്ന്? ഓക്കെയാ. വെള്ളത്തിലിരിക്കണോ? അതിനാ ബാത്റൂമിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തിരുത്തും. എനിക്ക് ഇച്ചിരി നേരം പണിയൊക്കെ ചെയ്യാനായിട്ട് അന്നേരം സമയം കിട്ടത്തുള്ളു. അതിനായി പറയുന്നത്. വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പി ഇട്ടോ വാഷ് ചെയ്ത് കൊടുക്കാൻ. ഇതാ വരാം മമ്മി. ബേബിക്ക് പാൽ കൊടുത്തിട്ട് ഇപ്പൊ വരാം. ഇട്ട് വാഷ് ചെയ്ത് തരാം കേട്ടോ. അപ്പി വെള്ളം വെച്ച് വാഷ് ചെയ്ത് കൊടുക്കാൻ. ചക്കര അയ്യോ അമ്മച്ചേ. ജോലിനെ ഒന്ന് തുറന്നിട്ടോ മന്നാ. AC ഓഫ് ആകാം. വീട്ടിൽ കാറ്റൊന്നുമില്ല. എന്റെ മൂക്കേ. മമ്മി അയ്യോ വിട് മതി. അപ്പൊ ശരി, ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണാം കേട്ടോ. അപ്പൊ വീഡിയോ ഒരുപാട് ലെങ്തായിപ്പോ. ബേബി ക്ലീൻ ചെയ്ത് ഞാൻ ബേബിയെ കൊണ്ട് ക്ലീൻ ഒക്കെ ചെയ്യിപ്പിക്കട്ടെ. ഡയപ്പർ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ട് വലിയ പ്രശ്നമില്ല. എന്നാലും വേണ്ട ഞാൻ വരിക. മാറി ഇറങ്ങും മോനെ ഇറങ്ങും.
ഇറങ്ങിയാലല്ലേ വെള്ളം എടുക്കാൻ പറ്റൂ. അവളെ ഞാൻ ഇവിടെ തുടച്ചു വെച്ച് മറക്കാണ്ടായ സമയത്ത് മടക്കി വെച്ചു കാശിനെ ക്ലീൻ ചെയ്ത് കുഞ്ഞിന്റെ കൈ വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലത്. കുറേ പണി കിടക്കുന്നുണ്ട്. അവരിപ്പോ ഞാൻ എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം ബാക്കി ചെയ്യാൻ. ഇട്ടാലാ രണ്ടെണ്ണം എടുത്തുള്ളതിന് ഉണങ്ങാനുണ്ടായിരുന്നു തുണി. അടുത്ത കട്ടിലിട്ടതാ എല്ലാം വാടി കളഞ്ഞു. കാശി എന്തോ മൂശായിട്ട് പിടിച്ചിരിക്കുക. ഞാൻ സംസാരിക്കുന്നൊന്നും ചിലപ്പോൾ കേൾക്കാൻ പറ്റത്തില്ല. വാക്യൂം ഓണാക്കിയിട്ടേക്കും കൊണ്ടിട്ട് അതിൻ്റെ സൗണ്ട് കൊടുത്ത് കേൾക്കാൻ പറ്റില്ല. മൂന്നാല് ദിവസം ഇവിടെ തുടച്ചിട്ട് മറ്റേ ഞാൻ ഇവിടെ ചെയ്യുന്ന മോപ്പുണ്ട്. ഞാൻ കൊണ്ട് ഈ മതിലിൻ്റെ മുകളിൽ വെച്ചാൽ മതിലിൽ നിന്ന് അങ്ങോട്ട് അപ്പുറത്ത് പോയി. അത് എടുത്തുകൊണ്ട് തരാൻ ഈ ഗോകൂടിയെ 3-4 ദിവസം കൊണ്ട് പറയുന്നുണ്ട്. ചെക്ക എടുത്ത് തരുന്നില്ല. മറന്നു പോണതാ. ഞാൻ പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ ഞാനും മറക്കും അവനും മറക്കും. മൊത്തം പൊടിയാണല്ലേ. പൊടിയല്ല, ഇവന്മാർ ഫുഡ് കഴിച്ചിട്ടെല്ലാം അവിടെ തന്നെ വാരിയിടും. ഒരു 5-6 വയസ്സാവുന്നവരൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ഇൻസ്റ്റയിലൊരു ഫാമിലി ഉണ്ട്, ഹൽക്കയൂയി എന്ന് പറഞ്ഞിട്ട്. ആ ചേട്ടൻ വൈഫിനെ കൊണ്ടുവന്നു. നമ്മുടെ കണക്കാം. ശിവന്റെയും കാശിന്റെയും കണക്ക് ഏജ് ഡിഫറൻസ് അധികമില്ല. 1 വയസ്സിന്റെ വ്യത്യാസം തോന്നുള്ളൂ അവർ തമ്മിൽ. പിള്ളേർ തമ്മിൽ. അപ്പൊ അവര് ഫാമിലി ആയിട്ട് ദുബായിലായിരുന്നു. അവര് ഞങ്ങൾ വന്ന സമയത്തായിരുന്നു വന്നത്. ഞാൻ ഇടയ്ക്ക് എന്തോ ഒരു ടാറ്റിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അല്ലാണ്ടിട്ട് പ്രത്യേകിച്ച് കോണ്ടാക്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രൊമോഷന് വന്നതാണ്. ടാറ്റിൻ്റെ ടീം പ്രൊമോഷന് വേണ്ടിയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പം ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവരിവിടെ ഉണ്ട്, UAE-യിലുള്ള ടീമിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ ചേട്ടൻ ടാറ്റു ചെയ്യൂല. ആ ചേച്ചിക്ക് ഇഷ്ടമല്ല, അയാൾ ചെയ്യൂല. പക്ഷെ പേയ്മെൻറ്റ് കൊടുക്കാമെങ്കിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേരുമായിട്ട് നിങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ഇവന്മാരെ നോക്കണം എന്ന് വെച്ചാൽ ഒരു 56 വട്ടം അടിക്കുകയും തുടയ്ക്കുകയും വേണം. തുടക്കുന്നത് മാത്രമല്ല, ഞാൻ ഒരു വർഷത്തു നിന്ന് എന്തെങ്കിലും ചെയ്തുകൊണ്ട് വരുമ്പോഴായിരിക്കും ഇവരടുത്ത വർഷത്തു നിന്ന് അത് കൊള്ളാറുള്ളത്. വീട്ടിലെ ജോലിയും കടയിൽ പോക്കും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കും അവരുടെ ഫുഡും എല്ലാം കൂടി സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി സമയം കിട്ടാറില്ല വീട്ടിൽ പോയി. അപ്പം ഞാൻ ആലോചിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ആ പുള്ളിക്കാരത്തെ ജോലി നോക്കുകയാണോ എന്ന് തോന്നുന്നു. എനിക്കറിയാം. ഞാൻ അവരുടെ ചാനൽ അങ്ങനെ കാണാറില്ല, ഇടയ്ക്ക് കാണും. പക്ഷെ എനിക്ക് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി നാട്ടിൽ പോയിട്ട് 2 പിള്ളേർ അച്ഛൻ്റെ അമ്മരെ അടുത്താക്കിയിട്ട് ഈ ചേച്ചി ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. അപ്പം ചേച്ചിയും ഈ ചേട്ടനും ആ ചേച്ചിയുടെ അനിയത്തി എങ്ങോട്ടാണ് അവർ ഒരുമിച്ചാണ് നിൽക്കുന്നത്. അപ്പം ഇവർ ഒന്നിച്ച് നിൽക്കുന്നത്. പക്ഷെ പിള്ളേരുടെ ആ ഒരു ചെറിയ പ്രായമാണ്. 3 വയസ്സും 3.5 വയസ്സും 2 വയസ്സും അങ്ങനെ എന്തോ ഉള്ളൂ 2 പിള്ളേർക്കുള്ള ഏജ്. ഞാൻ എൻ്റെ മക്കളെ ഓർക്കും. ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരില്ല എനിക്കൊരു സമയം നിൽക്കാൻ പറ്റും. എങ്ങനെ ഇത്രയും മാറ്റി നിൽക്കുന്നതാണ് ആലോചിക്കും. അതുപോലെ കുഞ്ഞു മക്കളെയൊക്കെ കൊന്നു കളയുന്ന അമ്മമാരുണ്ടല്ലോ, എന്ത് ദുഷ്ടതകളാണ്. ഇപ്പം ഒരു മോളുടെ ഇത് നടക്കും, എനിക്ക് കോപ്പിറൈറ്റ് എടുക്കോളാം, ഡയപ്പർ ഇടാൻ വെച്ചിട്ട് വരുന്നില്ല, അങ്ങനെ ഇരിക്കുക. കാശ് ദൂഷത്തെ എടുത്തിരിക്കുക. ഈ ജോലിയൊക്കെ ഓരോ കണ്ടുകൊണ്ട് പോകും. ഭാര്യ വരുന്നവരെല്ലാം കണ്ടുകൊണ്ട് പോകും. അവൻ ക്ലീൻ ചെയ്തോളാണ്, ആള് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന കാര്യം ഇതാണ്, എങ്ങനെയാണ് അങ്ങനെ മാറ്റി തന്നിട്ട് അത് നിൽക്കുന്നതാണ് ആലോചിക്കുന്നത്. സങ്കടം വരും എനിക്കത് കാണുമ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ആ
ചേച്ചിയുടെ ഫാമിലിയുടെ കൂടെ പിള്ളേരുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. എന്നാലും വീഡിയോയിനകത്തൂടെ അല്ലല്ലോ മക്കളെ, ചേച്ചി ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ പറയുന്നതും കേൾക്കാം. എന്തുവാ എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ഹൽക്കൽ ലൂയി പറഞ്ഞിട്ട് ജിം ട്രെയിനർ എന്നുണ്ട് ആ ചേട്ടൻ. CCTV കൂടെ പിള്ളേരെ കാണുമെന്ന്. അങ്ങനെ കാണാൻ എന്തിനാ പിള്ളേരായത്? ഇപ്പോഴേ ആവണ്ടായിരുന്നല്ലോ, ഇവരൊന്ന് സെറ്റായതിനു ശേഷം ആക്കിയപ്പോഴായിരുന്നു. ഞാൻ പൊതുവിന് വീട്ടിൽ നിന്നാലും പിള്ളേരെ വീട്ടിൽ നിന്ന് നിൽക്കില്ല, പറ്റത്തില്ല. ക്ലീൻ ചെയ്തവേ അവൻ നിക്കർ ഇട്ടിട്ടില്ല, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരായിരുന്നു. നോക്കട്ടെ, ഒരാൾ അവിടെ കണ്ടോ? ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം വിശേഷം. എല്ലാം ചുമ്മാ വായി വലിച്ചിട്ടേക്കുന്നത്, എല്ലാം ഒന്ന് അടുക്കിപ്പുറക്കി വെച്ചിട്ട് ഇതാ കബോർഡിനകത്തുള്ള എല്ലാം വായി ഇട്ടേക്കുക. പിന്നെ ഈ ടെൻറ്റ് എന്തിനാ ഇത് കൊണ്ടുവച്ചത് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. ഒരാൾ ഇതേ അതുകൊണ്ടിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എളുപ്പപ്പണിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. അയ്യോ, പിള്ളേർ കുറച്ചു നേരം വെളിയിലിരിക്കുക. ആ സമയത്ത് എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്, ഞാൻ എഡിറ്റ് ചെയ്യട്ടെ. വാ, ഒരു സാധനം തരാമല്ലോ. കീന വേണോ? ഇത് വേണോ? വാക്യൂം ക്ലീനർ കൊടുക്കാനാ പറയുന്നത്. രണ്ടാൾക്ക് രണ്ട് ഭാഗത്തിൽ കൊടുത്തില്ല, ഇവിടെ അലമ്പായിരിക്കും. ഓ ദാ ഓ വാ, എന്നാ ഇത് കഴിക്കവാ, ഇത് കഴിച്ചിട്ട് എടുത്ത് തരാം. വാ എന്നാ. അയ്യോ, സോസ് അത്ര നല്ലതല്ല, ബട്ട് ഇരിക്കട്ടെ ആവശ്യഘട്ടങ്ങളില്. അകത്തോട്ട് കയറി, അകത്തോട്ട് കയറി. കട്ടിൽ അലമ്പാക്കാനുള്ള പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല, കുറച്ച് അറിയിക്കുമല്ലോ. ആ സമയത്ത് എനിക്ക് എൻ്റെ ബാക്കി ജോലികൾ ചെയ്ത് നിൽക്കാതെ. ഇവരിവിടെ മൊത്തം ക്ലീൻ ചെയ്തു കേട്ടോ. മൊത്തം പൊടിയെല്ലാം അടുത്തിട്ടുണ്ട്. പിന്നെ അതും ഇതെല്ലാം പറക്കി വെക്കാനേ ഉള്ളൂ, കുഴപ്പമില്ല. അയ്യോ, ശരിക്കും വെള്ളം നനയ്ക്കട്ടെ. കുഴഞ്ഞ് രണ്ടാളും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. എപ്പോഴും അടി ഉണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആരോ കഴിഞ്ഞ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് തലയിൽ തേക്കാവുന്ന അലോവേര. അലോവേര നല്ലതാണ്. ഇത് നമ്മുടെ നാട്ടിലല്ല കേട്ടോ, ഇവിടുന്ന് എവിടുന്ന് അമ്മ പറിച്ചുകൊണ്ടൊന്ന് വെച്ചായിരുന്നു. ആരുടെയോ വീട്ടിൽ പോയപ്പോൾ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് വെച്ചുകൊണ്ട് വന്നതാന്ന് പറഞ്ഞു. മാറി മുമ്പ് ഇന്ന് കഴിക്കില്ല, ബേബി എടുത്ത് കഴിക്കൂ കേട്ടോ. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ അത് എഡിറ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു. എന്തിനാ വെള്ളം? വേണ്ട, തുടയ്ക്കാനേ സാധനം പോലും ഇല്ല. എൻ്റെ പപ്പ എടുത്ത് വെളിയിൽ നിന്ന് എടുത്തു തരാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നിട്ടില്ല. വേണ്ട, പൊക്കോ പൊക്കോ, പോയിരുന്ന് കഴിക്കുപ്പോ. ചെല്ലും മോനെ, പോയിരുന്ന് കഴിക്കുവാവേ. പറഞ്ഞ ഒരു ആൻസറിന് ഇല്ലല്ലോ. ചെല്ലു കുഞ്ഞേ. ഞാൻ താഴേന്ന് വെച്ചിക്കൊണ്ടുവന്ന മറ്റേ എനിക്ക് താഴേന്നേ ഇത് കിട്ടിയായിരുന്നു, എന്താ പുതിന. അത് കിളിച്ചു വരുന്നുണ്ട്. അയാൾക്കടിക്കാൻ പൂച്ചാൻ പോയിട്ടോ, അമ്മ കാണാൻ പോ. രണ്ടാളോട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എല്ലാമാതിരി കട്ടിലേലിടുന്നുണ്ട്. കുഴപ്പമില്ല. അയ്യോ, ഇതൊക്കെയാണ്. എന്തോ പോട്ടെ. മോൻ കഴിച്ചോ? അങ്ങനെ പൂ പറിക്കാൻ ഇറങ്ങിയതാ. അയ്യോ, ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൂവ് പൂജയ്ക്ക് വെക്കൂലെന്ന്.
പൂജയ്ക്കല്ല വിഷമാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു അരുളിയാണെന്ന് പറഞ്ഞു. ബട്ട് സിറ്റുവേഷൻ എന്ത് ചെയ്യണം, കിട്ടുന്നത് തന്നെ എടുക്കുക. പൂജയ്ക്ക് എടുക്കില്ല എന്നൊന്നുമില്ല. ഞാൻ പണ്ട് ഞങ്ങളുടെ അവിടെ നാട്ടിൽ പനയത്ത് അമ്പലത്തിൽ പോണ സമയത്ത് ഇത് മഞ്ഞ കോളാമ്പി ഉണ്ടല്ലോ, അത് കൊണ്ടുപോയിട്ട്, കോളാമ്പി പൂ എന്നാണ് നമ്മളവിടെ പറയുന്നത്, ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നല്ലോ. അരുളിപ്പൂ എടുക്കത്തില്ല എന്നൊക്കെ പറയുന്നേക്കാം, പക്ഷെ ഇപ്പം എടുക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടും. ഒരിടയ്ക്ക് വെച്ച് അരുളിപ്പൂ ഇല്ലായിരുന്നു, തെറ്റി. ഇച്ചിക്കൂടെ അങ്ങോട്ട് പോയാൽ മറ്റേ ഇതൊക്കെ കിട്ടും, എരിക്ക് കിട്ടും. ഇന്ന് എനിക്ക് വയ്യ അങ്ങോട്ട് പോകാം, പിള്ളേരവിടെ ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ടിട്ടാണ്. പെട്ടെന്ന് പോട്ടെ. വേണ്ട, ഞാൻ വരുന്നവരെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അലമ്പൊന്നും ഇല്ലായിരുന്നു. അടപ്പ് വെച്ച് അടച്ചു വെച്ചിരുന്നതാണ്. വന്നപ്പോൾ എൻ്റെ കൊണ്ട് എടുത്ത് തരാൻ, തുറന്ന് തരാൻ. നിങ്ങൾക്ക് അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ട്, എടുത്ത് കൊടുക്കട്ടെ. പാവം, സ്വന്തമായിട്ട് കൊടുക്കുന്നത്. ഇപ്പം എല്ലാം സ്വന്തമായിട്ട് ചെയ്തോളൂ കേട്ടോ. അയ്യോ അയ്യോ, പൂ വെച്ചിക്കൊണ്ടുവന്ന് എൻ്റെ പൂജമുറി വയ്ക്കട്ടെ. ഞാൻ പോവാൻ നേരം പെട്ടെന്ന് ചടപടേന്ന് ഓടിപ്പോയതാ കേട്ടോ. പോവാൻ നേരം വിളക്ക് ഞാൻ തേച്ചില്ല, എല്ലാ ദിവസവും ഞാൻ തേക്കാറില്ല കേട്ടോ. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇടക്കുറവും കാര്യങ്ങളൊക്കെയാണ്, അപ്പം വൃത്തിയായിട്ട് ചെയ്യാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് തേച്ചെഴുതി വെക്കുന്നത്. ഞാനിപ്പം 2 ദിവസം അല്ലല്ലോ, മെഞ്ഞാന്ന് തേച്ചെഴുതിയതാണ്. ഇനിയിപ്പം നാളെ ആയിരിക്കും കഴുകുന്നത്. എല്ലാ ദിവസവും തേച്ചെഴുകണമെന്നുണ്ടോ എനിക്കറിയില്ല. വീട്ടിലെല്ലാ ദിവസവും തേച്ചെഴുതിയിട്ടാണോ ഒക്കെ വെക്കാല്. ബട്ട് സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത്. കിണ്ടി എല്ലാ ദിവസവും കഴുകും കേട്ടോ. വൈകുന്നേരമൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ട് ഓടിയാണ് പോണത് ദിവസമൊക്കെ. ഞാനിപ്പോൾ കത്തിച്ചു വെക്കുന്ന വിളക്ക് വൈകുന്നേരം വരെ ഇരിക്കും കേട്ടോ, രാത്രി വരെ ഉണ്ടാവും. ഇപ്പം അല്ല കത്തിക്കുന്നത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ കത്തിക്കും. വാങ്ങി കൊടുക്കുന്ന ഒരു 5 മിനിറ്റ് കൊണ്ട് കത്തിക്കുള്ളൂ. ഒരു 6:45 ആകുമ്പോഴത്തേന്, ഇപ്പോൾ 6 മണിയായിട്ടേ ഉള്ളൂ. ഇനി പിള്ളേരോട്ട് കുറച്ച് നേരം കളിക്കട്ടെ. എന്തോ ഇവിടെ ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വാട്ടർമെലൺ. കാശിക്ക് ഇഷ്ടമാണ്, അത്രയ്ക്ക് ഇഷ്ടമല്ല. ശിവയ്ക്കാണ് കൂടുതൽ ഇഷ്ടം. എന്നാ ശിവ, ഞാനേ വാട്ടർമെലൺ വെച്ചിട്ട് അതിൻ്റെ തൊണ്ടെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോ, അത് വെച്ചിട്ട് അച്ചാറിടണം, പിന്നെ കുറച്ചെടുത്തിട്ട് പുഡിങ് വെക്കണം. ഞാൻ രണ്ടും കാണിച്ചു തരാം, ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്താ പറയുക, കാർട്ടൂൺ വെച്ചേട്ടെ. ബയോടെക്ക് ഇത് കഴിക്കുക, കാർട്ടൂൺ തരാം. ആ, ഓണാക്കി തരാവേ. വാട്ടർമെലൺ തീർന്നു. എന്തുവായിട്, നിക്കറൊക്കെ ഇങ്ങനെ താഴെയാണ് ഇട്ടേക്കുന്നേ. തീർന്നല്ല കേട്ടോ, അതാ കണ്ട കളഞ്ഞാണ്, ഞാൻ തൂത്തിട്ട് പോയ ഇടമാണ്. ശിവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്ടർമെലൺ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണം. നമ്മളവിടെ കൊല്ലത്ത് തണ്ണിമത്തൻ എന്നാട്ടോ പറയുക ഇതിന്. ഗോകുവിൻ്റെ അമ്മയൊക്കെ ഇതിനെ ബത്തക്ക എന്നാണ് പറയുന്നത്. ഹായ്, എനിരുവാ. കുട്ടീസിനെ നേരത്തെ ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഓരോന്നൊക്കെ വരി കഴിച്ച് മൊത്തം അലമ്പായിട്ട് നിൽക്കുക. ചീപ്പാൻ നല്ലതാണെന്ന് അറിയാം, ചീകുന്നു. എവിടെ കളഞ്ഞ് വിളക്ക് എത്തിക്കാൻ ക്ഷമയായി. തല നിറച്ച എണ്ണയാ, ഞാൻ ഈ എണ്ണ കഴിച്ചു കൊടുത്തിട്ടാ കുളിപ്പിച്ചത്. അതുകൊണ്ടാ. ചൂ എന്തിനാ? മമ്മി എവിടെ പോണില്ല, മമ്മി വിളക്കെത്തിക്കാൻ പോവാ, അപ്പൊ ഞാൻ ഒരുക്കിയതാ. ഷൂട്ട് കൊടുക്ക ദൈവമേ, ഇനി എവിടെയെങ്കിലും കൊണ്ടുകൊണ്ട്. ചൂ വേണ്ട പൊന്നാ, നമ്മള് വിളക്കെത്തിക്കാൻ പോവാ. അമ്പൂറ്റി പാറ്റിച്ചോ. Okay. Mommy.
പ്രാർത്ഥിച്ചോ അമ്പൂറ്റി, പ്രാർത്ഥിച്ചോ കാശി? എങ്ങനെ അമ്പൂറ്റി പ്രാർത്ഥിക്കുന്നേ? വിളക്ക് വെച്ച് കഴിഞ്ഞൊരു സമാധാനമാണ്. ഞാൻ മുന്നേ വിളക്കൊന്നും വെക്കില്ല, നാട്ടിൽ വെച്ച് വെക്കാറുണ്ട്, ഇവിടെ വെക്കൂലായിരുന്നു കേട്ടോ. ഇപ്പൊ ഈ അടുത്താണ് ഇതൊക്കെ തുടങ്ങി. അപ്പന ബേബിക്ക് വെച്ച് കൊടുക്കാം. ബേബിക്ക് വെച്ച് കൊടുക്കാനാ പറയുന്നത്. ഓ അമ്പൂറ്റിണ്ടോ? ചുന്നര കുട്ടപ്പന്മാരെ മൂക്കിലൊന്നും വെക്കല്ലേ. കുന്നിക്കുരു എടുത്തിട്ട് ഇവിടെ അമ്മ വെള്ളത്തിന് മുന്നിൽ കുന്നിക്കുരു വെക്കും കേട്ടോ. അതെടുത്തിട്ട് വരാം. അമ്പൂറ്റി അമ്പൂറ്റി പ്രാർത്ഥിച്ചോ? അമ്പൂറ്റി പ്രാർത്ഥിച്ചോ? വേണ്ടാത്തൊന്നുമില്ല. അമ്പൂറ്റി നോക്ക്. അമ്പൂറ്റി അതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും കേട്ടോ. ഉള്ളൂന്ന് ഭഗവാൻ എന്തേലും തരുമെന്നും പറഞ്ഞല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ആദ്യമേ വിളക്ക് വെക്കുന്നതിന് മുമ്പുള്ള രൂപം നിങ്ങൾ കണ്ടല്ലോ. വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ഒരു ഐശ്വര്യം ഇല്ലേ? നമുക്ക് ആരോടെങ്കിലും ഒക്കെ പറയാൻ പറ്റും, അങ്ങോട്ട് പറയുകയാണെന്നുണ്ടൊരു സമാധാനം ഉണ്ടാവും. എവിടെ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇവിടെ ഇപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാം ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ശക്തി ഉണ്ട്. ആ ശക്തി നമ്മളെ കാണുന്നു, കേൾക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ. മമ്മീന്ന് വിളിച്ചിട്ട് ഇപ്പൊ അവൻ ദേവൂന്ന് വിളിക്കുന്നു. ഞാൻ വാട്ടർമെലൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ലോഗ് എന്ന് പറയുന്നത്. വിളക്ക് വെച്ചതിന് ശേഷം ലൈറ്റുകളുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ വിളക്ക് വെക്കേണ്ട ശരിയായ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. ചിലര് പറയും 2 തിരി ഇടരുത്, കൂപ്പ് കൈ ഇടണം, അങ്ങനെയൊക്കെ പറയും. ഇവിടെ വെക്കുന്ന വിളക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂമ്പിയിരിക്കുന്നതാ. ഇതിനകത്ത് കുറെ എണ്ണ ഇരിക്കും. കറക്റ്റ് ഒരു 12 മണിക്കൂറൊക്കെ ആ വിളക്കിരുന്ന് എരിഞ്ഞോളൂ കേട്ടോ. ഒരു വട്ടോടെ ഒഴിച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറും വിളക്കോടെ ഇന്ന് കത്തിക്കോളൂ. എന്താ പിന്നെ എത്തോ ഇതാ. ഇനി രണ്ടാളോട് ഇവിടെ നിന്ന് കളിക്കണം. മമ്മിക്ക് ഇച്ചിരി പണിയുണ്ട്. എത്തോണ്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ കുറച്ചു നേരം പാട്ടൊക്കെ വെച്ച് ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കും. അതിനുശേഷം പിന്നെ ഞാൻ വാട്ടർമെലൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് സാധനം ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ ഫുഡിങ്ങും പിന്നെ അച്ചാറും ഇടുന്നതും ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പം ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു. ബൈ, ടേക്ക് കെയർ.